Hi guys, welcome back to a new video. So ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ഗെയിമിംഗ് ലാപ്ടോപ്പിനെ പറ്റിയാണ്. ഇത് Predator സീരീസിലെ HELIOUS PH315 എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പാണ്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് ലാപ്ടോപ്പിലെ ഏറ്റവും മികച്ച ഒന്ന് തന്നെയാണ് Predatorന്റെ HELIOUS PH315 എന്ന് പറയുന്ന ഈ ലാപ്ടോപ്പ്. ഇതിൽ 8GB റാമും 1TB ഇൻറ്റേർണലും 128GB SSDയും ഉണ്ട്. ഈ ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ 4GB NVIDIAയുടെ GeForce GTX 1050 Ti ഗ്രാഫിക്സ് ആണ് വരുന്നത്. ഇതിൽ 1.5 ഇഞ്ച് ഫുൾ HD LED ബാക്ക്ലിറ്റ് വൈഡ് വ്യൂ IPS ഡിസ്പ്ലേ ആണ്, അതേപോലെ ബാക്ക് സൈഡ് കീബോർഡുമാണ് വരുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കിടക്കുന്ന ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. ഗൈസ്, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിൻഡോസ് 10ൻ്റെ ഒറിജിനൽ വെർഷൻ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് കമ്പനി ഈ ലാപ്ടോപ്പ് മാനുഫാക്ചർ ചെയ്തിറക്കുന്നത്. ഗൈസ്, ഇത് റെയിൻബോ 6 സ്റ്റേജ് എന്ന് പറയുന്നൊരു ഗെയിമാണ്. എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ലാപ്ടോപ്പിൽ ഈ ഗെയിം റൺ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഇതിൽ വന്നിരിക്കുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് കീബോർഡ്സ് ആണ്, അതായത് ഒരു രക്ഷയില്ലാത്ത കീബോർഡ്സ് ആണ് ഗൈസ്. ഇത് നമുക്ക് എത്ര റഫായിട്ട് വേണമെങ്കിലും ഗെയിം കളിച്ചാലും ഈ കീബോർഡ്സ് അനങ്ങത്തില്ല. സോ അത്ര ക്വാളിറ്റിയോടെയാണ് ഈ ലാപ്ടോപ്പ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. എത്ര സ്മൂത്ത് ആയിട്ടാണ് ഇതിലെ ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്നത് നോക്കും. ഇതിപ്പോൾ ഒരു അൾട്രാ പെർഫോമൻസ് മോഡിലാണ് ഇത് കിടക്കുന്നത്. എത്ര സ്മൂത്ത് ആയിട്ടാണ് ഈ ഗെയിം ഇതിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടാസ്വദിക്കും. സോ ഗൈസ്, ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 1080p ഫുൾ HD LED ഡിസ്പ്ലേ ആണ്. സോ എന്ത് കളർ ബ്രില്യൻസോടെയാണ് ഈ ഗെയിം ഇതിൽ റൺ ആവുന്നത് നിങ്ങൾ കണ്ടോളൂ. ഗൈസ്, ഞാൻ ഈ ലാപ്ടോപ്പ് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. സോ നിങ്ങൾക്ക് ഞാൻ ഈ ലാപ്ടോപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ലാപ്ടോപ്പിൽ കയറി നോക്കാം. സോ ഞാൻ ഗൈസ് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് തന്നെയാണിത്. സോ ഗൈസ്, ഇതിൽ അൾട്രാ പെർഫോമൻസ് മോഡ് റൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തന്നെ 15 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജിൽ നിന്നും ഏകദേശം 10% ഡ്രെയിൻ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ മാക്സിമം ചാർജറുമായിട്ട് കണക്ട് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക. സോ ഗെയിം കളിക്കാത്തപ്പോൾ ഇതിന് 2.5 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ്. നമുക്ക് 24 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാം ആണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത്. ഗൈസ്, ഇതിൽ എന്ത് സ്മൂത്ത് ആയിട്ടാണ് FIFA 19 റൺ ആവുന്നത് നോക്കൂ. ഇത്ര പവർഫുൾ ആയിട്ടുള്ള, ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മിഷൻ വേറെ ഇല്ല. എല്ലാ ഗെയിമിംഗ് ലാപ്ടോപ്പിനും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇതിൻ്റെ കളർ വൈബ്രൻസ്. സോ ഏറ്റവും നല്ല ഒറിജിനാലിറ്റിയിൽ തന്നെ കളർ വൈബ്രൻസ് ഈ ലാപ്ടോപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇതിൻ്റെ ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് സാംസങ് ആണ്. സോ എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി തരാൻ പറ്റുന്നത്. ഗൈസ്, ഡോൾബി അറ്റ്മോസ് ഉള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ഈ ലാപ്ടോപ്പിന് വരുന്നത്. അതുപോലെ സാധാരണ ലാപ്ടോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ വോളിയം അതിനേക്കാട്ടിലും കൂടുതലാണ്. ഈ ലാപ്ടോപ്പ് വന്നിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷ് റെഡ് ആൻഡ് ഗ്രേ ലുക്കിലാണ്. ഇതിൽ USB 2.1 സോക്കറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്.
സോ ഗൈസ്, ഈ ലാപ്ടോപ്പിൽ 3 ഗെയിമിംഗ് കൺസോൾ ഒരുമിച്ച് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പ് തന്നെയാണ്. ഇത് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 58,000 റുപ്പീസാണ്. പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അതേപോലെ ഗെയിമിംഗ് ലാപ്ടോപ്പ് സെർച്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ലാപ്ടോപ്പ് തന്നെയാണ് ഈ പ്രെഡേറ്ററിൻ്റെ ഈ ലാപ്ടോപ്പ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.